നമസ്കാരം. നാലാം ദിവസവും അങ്ങനെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റോ ബോഡി ലാംഗ്വേജോ അല്ലെങ്കിൽ പ്രകടനമോ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. സൗത്ത് ആഫ്രിക്ക ഈസിയായിട്ട് 260 എന്ന് പറഞ്ഞൊരു സ്കോർ 5 വിക്കറ്റ് നഷ്ടത്തിലെടുത്ത് അവർ ഡിക്ലെയർ ചെയ്തു. 549 എന്ന് പറഞ്ഞൊരു ഭീമാകരമായിട്ടുള്ളൊരു വിജയലക്ഷ്യം ഇന്ത്യക്ക് നൽകി. ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്ന 27-ന് 2 എന്നുള്ള ഒരു സ്ഥിതിയിലാണ്. 2 വിക്കറ്റ്, വിലപ്പെട്ട 2 വിക്കറ്റിൽ ഓപ്പണേഴ്സ് രണ്ടുപേരും ഇന്ത്യക്ക് നഷ്ടമായി. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. ഇതിനകത്ത് നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സെഷനിൽ ഇന്ത്യ ഒരു 4-5 വിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഈ മാച്ചിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 3 വിക്കറ്റ് ഇന്ത്യ എടുത്തു. പക്ഷേ ഇന്ത്യക്ക് ആ 3 വിക്കറ്റ് പോരായിരുന്നു. നല്ലൊരു 100% ഇന്ത്യയുടെ സെഷനാക്കി മാറ്റേണ്ട ഒരു സെഷനായിരുന്നു. സൗത്ത് ആഫ്രിക്ക വലിയ തിരക്കേടില്ലാതെ ആ സെഷൻ കടന്നുപോയി. രണ്ടാമത്തെ സെഷൻ വന്നപ്പോഴത്തേക്ക് അവർ വളരെ ഈസി ആയിട്ട് റൺസ് കണ്ടെത്തിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ചും ടോണി ഡി സോസി വന്നതിന് ശേഷം വളരെ ഈസി ആയിട്ട് റൺസ് വന്നുകൊണ്ടേയിരുന്നു. ഒരു സൈഡിൽ നമ്മുടെ ട്രിസ്റ്റൻ സ്റ്റബ്സും കൂടെ നിന്നപ്പോഴത്തേക്ക് അവർക്ക് ഈസി ആയിട്ട് ഇങ്ങനെ റണ്ണ് വന്നുകൊണ്ടിരുന്നു. അവർ ഹറി ചെയ്തില്ല. അവർക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ നേരത്തെ ഇന്ത്യ ബാറ്റിങ്ങിന് വിടായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം തന്നെ ഇന്ത്യക്ക് എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ വിക്കറ്റ് നഷ്ടപ്പെട്ടേന്ന് തോന്നുന്നു. എന്നാലും അവരുടെ സൈഡ് സേഫ് ആക്കി 549 എന്ന് പറഞ്ഞൊരു ഹ്യൂജ് ഒരു ടോട്ടലിലേക്ക് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്തു. ഒരു ലാസ്റ്റ് സെഷൻ്റെ കുറച്ച് സമയം മാത്രം ഇന്ത്യയെ ബാറ്റിങ്ങിനായിട്ട് ഇട്ടു. അവിടെയും ആ ഒരു സെഷൻ സർവൈവ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് വീണ്ടും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നഷ്ടപ്പെട്ട വിക്കറ്റ് ജയ്സ്വാളിൻ്റെയും KL രാഹുലിൻ്റെയാണ്. ജയ്സ്വാളിൻ്റെ വിക്കറ്റ്, ജയ്സ്വാൾ കുറച്ച് അഗ്രസീവായിട്ടാണ് കളിക്കുന്നത്. KL രാഹുൽ പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഫസ്റ്റ് ഇന്നിങ്സിലും പറഞ്ഞിരുന്നു KL രാഹുൽ അവിടെ ഒരു എൻഡ് ഹോൾഡ് ചെയ്യേണ്ട ഒരു പ്ലെയറാണ്. ഇന്ത്യയുടെ വൺ ഓഫ് ദി സീനിയർ ബാറ്റ്സ്മാനാണ്. സോ KL രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി ഉത്തരവാദിത്തപ്പെട്ട ഒരു ബാറ്റിംഗ് സെക്കൻഡ് ഇന്നിങ്സിൽ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചു. ഒരു എൻഡ് കാത്ത് ഒരു എൻഡ് നഷ്ടപ്പെടുത്താതെ അവിടെ നിൽക്കാൻ അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. KL രാഹുൽ അത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഔട്ടായത് വളരെ പരിതാപകരമായിട്ടുള്ളൊരു ലൂസ് ഷോട്ട്, ഒരു ഇൻറ്റൻറ്റ് ഇല്ലാത്തൊരു ഷോട്ടിൽ ഒരു പ്രോപ്പർ ഷോട്ടെന്ന് പറയാൻ പറ്റാത്തുള്ളൊരു രീതിയിലൊരു ഷോട്ട് കളിച്ച് ഔട്ടായത്. ആ ബോൾ വളരെ മനോഹരമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും KL രാഹുലിൻ്റെ ക്ലാസ്സിലുള്ള ഒരാൾക്ക് സുഖമായിട്ട് അത് കളിക്കാൻ പറ്റുന്ന ഒരു ബോൾ തന്നെയായിരുന്നു. പക്ഷേ അത് ആ ഒരു ഷോട്ട് ഒട്ടും ഒരു ഇൻറ്റൻറ്റ് ഇല്ലാത്ത ഷോട്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ജയ്സ്വാളിൻ്റെ വിക്കറ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ ജയ്സ്വാൾ എപ്പോഴും ഒരുപാട് പ്രാവശ്യം ഔട്ടായതുപോലെ തന്നെ ജസ്റ്റ് ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ വന്നൊരു ബോളിൽ കട്ടടിക്കാൻ ശ്രമിച്ചിട്ട് കീപ്പർ ക്യാച്ചായി ഔട്ടായി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഷോട്ട് കളിക്കാനുള്ള റൂമില്ലായിരുന്നു. ഇതിനു മുമ്പും ഒരുപാട് ഈയിടെയായിട്ട് ജയ്സ്വാൾ ഈ കൈൻഡ് ഓഫ് ബോളിൽ അതേ സെയിം കൈൻഡ് ഓഫ് ഷോട്ട് കളിച്ചിട്ട് ഔട്ട് ആവുന്നുണ്ട്. ജയ്സ്വാൾ അങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് വലിയൊരു അത്ഭുതമൊന്നും ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയില്ല. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ കളിയുടെ ഒരു സ്ഥിതി. ഇതിനകത്ത് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റ്സ്മാനായിട്ടുള്ള ട്രിസ്റ്റൻ സ്റ്റബ്സ് 94 റൺസ് അടിച്ചിരുന്നു. സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു. 180 ബോൾ കളിച്ചു. സൗത്ത് ആഫ്രിക്കയ്ക്ക് കുറച്ച് ടൈം അധികം എടുത്തു. ഒരു 450 to 500 റൺസിനകത്ത് തന്നെ ഇന്ത്യക്ക് കൊടുത്താൽ തന്നെ ഇന്ത്യ സുഖമായിട്ട് കുറച്ചും കൂടെ വിക്കറ്റ് ഈ ദിവസം തന്നെ വീണേനെ. ഇന്ത്യക്ക് അത് ചേസ് ചെയ്യാൻ പറ്റുന്നത് വളരെ ദുഷ്കരമായിരുന്നു. പക്ഷേ സൗത്ത് ആഫ്രിക്ക കുറച്ചും കൂടെ സേഫായിട്ട് കളിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സർവൈവ് ചെയ്യേണ്ട ഒരു സമയം കുറച്ച് കുറഞ്ഞു കിട്ടി. എങ്കിൽ പോലും അത് സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. നാളെ ഒരു ദിവസം മൊത്തം ഉണ്ട്. 8 വിക്കറ്റ് നേടിയാൽ മതി സൗത്ത് ആഫ്രിക്കയ്ക്ക്. പിച്ചിൻ്റെ കണ്ടീഷൻ ഇനിയും സ്പിന്നിന് അനുകൂലമായിട്ട് നല്ല അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബൗൺസും ടേണും ഒക്കെ തരുന്ന രീതിയിൽ നാളെ ഒരു ഉച്ചയോടുകൂടി പിച്ചിൻ്റെ സ്വഭാവം മാറും. അപ്പോൾ ഈസി ആയിട്ട് തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇന്ത്യയെ മടക്കി കെട്ടാൻ പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കണം എന്ന് പറഞ്ഞാൽ റണ്ണടിക്കുക. ഇന്ത്യയുടെ മുമ്പിൽ ഇനി റണ്ണടിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമില്ല. റണ്ണിൻ്റെ കാര്യമോ സ്കോർ ബോർഡിൻ്റെ കാര്യം ഇന്ത്യ വിട്ടേക്ക്. വിക്കറ്റ് പോവാതെ ഒരു ദിവസം മൊത്തം കളിക്കാൻ ഇന്ത്യൻ ബാറ്റ്സ്മാർക്ക് പറ്റും. ലാസ്റ്റ് ചലഞ്ചാണ്. ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് തോറ്റു, രണ്ടാമത്തെ ടെസ്റ്റ് ഇത്രയും സ്വതപ്പി ഈ ഒരു സ്ഥിതിയിലെത്തി നിൽക്കുകയാണ് ഇന്ത്യൻ ടീം. ഇനി ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ഇന്ത്യയുടെ മുമ്പിൽ ഒരേ ഒരു കാര്യമുള്ളൂ. കുറച്ചെങ്കിലും ഒരു അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അടുത്ത ദിവസം മാക്സിമം ബാറ്റ്സ്മാൻ അവരവരുടെ ടെക്നിക്സിനെ വിശ്വസിച്ച് അവിടെ നിൽക്കുക, ഒരു ദിവസം മൊത്തം സർവൈവ് ചെയ്യുക. ഇത് ഇന്ത്യക്ക് പറ്റുമോ എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം. ഇത് ഇമ്പോസിബിൾ ആണെന്നുള്ള കാര്യം നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ ഉള്ളൊരു കോൺഫിഡൻസ്, അവരുടെ ഒരു പ്ലാൻസ്, അതിൻ്റെ എക്സിക്യൂഷൻസ്, പിന്നെ പിച്ചിൻ്റെ 5ാമത്തെ ദിവസമുള്ള സ്വഭാവം എല്ലാം കൂടെ നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അല്പമെങ്കിലും അഭിമാനം ഇന്ത്യക്ക് അവശേഷിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് ഡിസ്കഷൻ കൊണ്ടുപോകാം. സൗത്ത് ആഫ്രിക്കയുടെ കോച്ചിൻ്റെ പേര് കോൺട്രാഡ് എന്നാണ്. പുള്ളിക്ക് 20+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കോച്ചിങ്ങിലുണ്ട്. പുള്ളി ഇപ്പോൾ 2023 തൊട്ട് സൗത്ത് ആഫ്രിക്കയുടെ റെഡ് ബോൾ ക്രിക്കറ്റ് കോച്ചാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 2025 ഇപ്പോൾ ഓൾ ഫോർമാറ്റ് ഹെഡ് കോച്ചായിട്ട് പുള്ളിയെ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. പുള്ളിയുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ്, കോച്ചിങ് എക്സ്പീരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് തൊട്ട് ഒരുപാട് ടീമുകളെ കോച്ച് ചെയ്ത് അവർക്കൊരു പ്രൊഫൈലുണ്ട്, അവരുടെ ഒരു കരിയറിൻ്റെ പ്രൊഫൈലുണ്ട്. ഇന്ത്യൻ കോച്ചിന് എന്തുണ്ട് നമ്മളൊന്ന് സ്വയ വിമർശനം പോലെ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഗംഭീറിന് എന്തുണ്ട്? ഗംഭീർ ഏതെങ്കിലും ഒരു ടീമിനെ കോച്ച് ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഏതെങ്കിലും ഒരു IPL ടീം, ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക് ടീം, രഞ്ജി ടീം,
ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനകത്തെങ്കിലും ഒരു ക്ലബ് ടീമിനെങ്കിലും ഗംഭീർ കോച്ച് ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ കോച്ചായിരുന്നു ഗംഭീർ? അല്ല. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മെൻറ്റർ മാത്രമായിരുന്നു, അവിടെ കോച്ച് വേറെ ആൾക്കാരായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഗംഭീർ ഒരു ബൈപ്പാസ് ചെയ്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചായിട്ട് വന്ന ഒരാളാണ്. ശരിക്കും ഗംഭീർ എന്ന് പറഞ്ഞ ഒരാളെ സംശയിച്ചിരുന്നതേ ഇല്ല എന്നുള്ളത് ഞാൻ സംശയിച്ചിരുന്നില്ല. പുള്ളിക്ക് അതിനുള്ള സ്കില്ലുണ്ട്. കാരണം KKRൻ്റെ രണ്ട് കപ്പ് നേടിക്കൊടുത്തൊരു ക്യാപ്റ്റനാണ്. അതുപോലെ തന്നെ മെൻറ്ററായിട്ട് വന്നപ്പോൾ KKR കപ്പടിച്ചു. സ്വാഭാവികമായിട്ടും പുള്ളിക്ക് അതിനുള്ളൊരു ഇതുണ്ട്. പുള്ളി സ്റ്റാറ്റ്സിലൊന്നും വിശ്വസിക്കുന്നില്ല, സ്റ്റാറ്റ്സ് ഒന്നും നോക്കത്തില്ല, അനലിറ്റിക്സ് ഒന്നും നോക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ വീമ്പ് പറയുന്ന പോലെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് സത്യമാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഈ സ്റ്റാറ്റ്സും ഒന്നും നോക്കാതെ പ്ലാനൊന്നും ഇല്ലാതാണോ ഇന്ത്യൻ ടീം ഇപ്പോൾ കളിക്കുന്നത് എന്നുള്ളത്. ഒരു ഡിക്റ്റേറ്റർ സെറ്റപ്പ് ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും സംശയമുണ്ട്. കാരണം KL രാഹുൽ, രവീന്ദ്ര ജഡേജ അടക്കമുള്ള സീനിയർ പ്ലേയേഴ്സ് ഉണ്ടല്ലോ. ഏതൊരു ടീമായാലും ഒരു കോർ ഗ്രൂപ്പ് ഉണ്ടാവും, ലീഡർഷിപ്പ് ഗ്രൂപ്പ്. ഇപ്പോൾ രോഹിത് ശർമ്മ ക്യാപ്റ്റനായിരുന്നു, ഇപ്പോൾ വിരാട് കോഹ്ലി അടക്കമുള്ള ആൾക്കാർ, ഈ KL രാഹുൽ അടക്കമുള്ള ആൾക്കാർ ഒരു കോർ ലീഡർഷിപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിരാട് കോഹ്ലി ക്യാപ്റ്റനായിരുന്നപ്പോൾ രോഹിത് ശർമ്മ അടക്കമുള്ള സീനിയർ പ്ലേയേഴ്സ് ഒരു കോർ ലീഡർഷിപ്പിൻ്റെ ഭാഗമായിട്ട് അവർ മൊത്തത്തിലുള്ള ഡിസിഷൻസ് എടുക്കുന്ന കാര്യത്തിലും ഡിസ്കഷൻസിലൊക്കെ അവർ പാർട്ടാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഇന്ത്യൻ ടീമിലുണ്ടോ എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞ സംശയമുണ്ട്. ഒരു ഡിക്റ്റേറ്റർഷിപ്പ് പോലെ ഗംഭീറിൻ്റെ മാത്രം ഒരേ ഒരു ആംഗിളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് വരികയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന രീതിയിലാണോ ഇന്ത്യൻ ടീം പോകുന്നതെന്ന് ഇപ്പോൾ എനിക്ക് ഡൗട്ടുണ്ട്. കാരണം KL രാഹുലിൻ്റെ ഒന്നും ബോഡി ലാംഗ്വേജിലൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം. ഇന്ന് ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ ആ ഒരു ഷോട്ട് വീണ്ടും പറയും പത്തറ്റിക് ആയിട്ടുള്ള ഷോട്ടാണ്. KL രാഹുൽ ആ ഒരു ബോൾ ഔട്ട് ആവേണ്ടതല്ലോ. KL രാഹുലിന് ആ ബോൾ കളിക്കാനുള്ള അതിനപ്പുറം ക്ലാസ് ഉള്ളൊരു ബാറ്റ്സ്മാനാണ്. പക്ഷേ ബോഡി ലാംഗ്വേജിൽ പോലും ആ ഒരു സംഭവം നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ രവീന്ദ്ര ജഡേജ പ്രസ് കോൺഫറൻസിൽ വന്നിട്ട് പറയുന്നുണ്ട്, നാളത്തെ ഒരു ദിവസം നമ്മൾ പോസിറ്റീവായിട്ട് കളിക്കണം, അല്ലെങ്കിൽ ഇനി റിസൾട്ട് നമുക്ക് അനുകൂലമായിട്ട് വന്നില്ലെങ്കിൽ പോലും അതിനകത്തു നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളണം. എവിടെ പാഠം ഉൾക്കൊള്ളാനാണ് ഇങ്ങനെ വന്നിട്ട് വളരെ ഫോൾ ഷോട്ട് കളിച്ചിട്ട് വളരെ മോശം ഷോട്ട് സെലക്ഷൻ ചെയ്തിട്ട് വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്ന ടീമിന് ഇത് തോറ്റെന്ന് പറഞ്ഞാൽ അതിൽ എന്ത് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നേരത്തെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അതൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗൗതം ഗംഭീറിനെ വീണ്ടും ഗൗതം ഗംഭീറിനെ ടാർഗറ്റ് ചെയ്യല്ല. കാരണം നമുക്ക് എന്നെ സംബന്ധിച്ച് നോക്കിയിട്ട് വേറൊരു പ്രശ്നം ഇന്ത്യൻ ടീമിൽ കാണുന്നില്ല. റിസോഴ്സ്, ടാലൻറ്റ്, സീനിയോറിറ്റി എല്ലാം ഉള്ളൊരു ടീമാണ് ഇന്ത്യൻ ടീം. ഒരു കുറവില്ല ഇന്ത്യൻ ടീമിന്. പൈസയ്ക്ക് പൈസ, ഒന്നിനൊരു കുറവില്ല. എന്തിനാ ഒരു കുറവുള്ളത്? ഈ ഒരു പ്രശ്നം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കോച്ചിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെയോ തെറ്റായ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് മൈൻഡ് സെറ്റിലുള്ള ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി മാത്രമേ ഒരു പ്രശ്നമായിട്ട് എനിക്കിപ്പോൾ തോന്നുള്ളൂ. ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞ പോലെ എനിക്ക് നല്ല പേടിയുണ്ട് ഈ T20 വേൾഡ് കപ്പ് കൊണ്ട് കുളമാക്കുക എന്നുള്ള കാര്യത്തിൽ. വൈറ്റ് ബോളിൽ ഇന്ത്യക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ODI മാച്ചസ് വരുന്നുണ്ട്, T20 മാച്ചസ് വരുന്നുണ്ട്. സൗത്ത് ആഫ്രിക്ക വൈറ്റ് ബോളിൽ അത്ര നല്ല പെർഫോമൻസിലല്ല റീസെൻറ്റ് ടൈംസിൽ. സോ അവർ റെഡിയായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ODI ഇപ്പോൾ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ODIയിൽ ഇന്ത്യക്ക് ഒരുപക്ഷെ സൗത്ത് ആഫ്രിക്ക തോൽപ്പിക്കാൻ സാധിച്ചേക്കാം. T20യിലും ഒരുപക്ഷെ തോൽപ്പിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ T20 വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ സ്ഥിതി എന്താണെന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട്. ഈ രീതിയിലുള്ളൊരു ടീം അറ്റ്മോസ്ഫിയർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ള സംശയമുണ്ട്. എന്തായാലും സൗത്ത് ആഫ്രിക്കൻ്റെ കോച്ചിൻ്റെ കാര്യം പറഞ്ഞൊന്നുമില്ല. അവർ പ്രോപ്പർ പ്ലാനോടെയാണ് വന്നത്. ഫസ്റ്റ് ടെസ്റ്റ് നോക്കിയാലും സെക്കൻഡ് ടെസ്റ്റ് നോക്കിയാലും അവരുടെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അവരത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടെമ്പറമെൻറ്റ് അവരുടെ പ്ലേയേഴ്സിനുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഈസി ആയിട്ട് ഫസ്റ്റ് ടെസ്റ്റ് ജയിച്ചു. ഫസ്റ്റ് ടെസ്റ്റ് ജയിച്ചത് ശുഭ്മൻ ഗിൽ ഇല്ലാത്തതുകൊണ്ടാണ്, ഒരാൾ കുറവുള്ളതുകൊണ്ടാണ്, അങ്ങനെ പല റീസൺസ് പറയാമെങ്കിലും സെക്കൻഡ് ടെസ്റ്റിൽ വന്ന് നോക്കുമ്പോൾ ഒരു എക്സ്ക്യൂസ് ഇല്ല. ശുഭ്മൻ ഗിൽ എന്ന് പറഞ്ഞ ഒരാൾ മാത്രം. ശുഭ്മൻ ഗിൽ ആസ് എ ക്യാപ്റ്റൻ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഋഷഭ് പന്ത് വളരെ മോശമായിരുന്നു, ഡിഫൻസീവ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി ആയിരുന്നു. ശുഭ്മൻ ഗിൽ ആസ് എ ബാറ്റ്സ്മാൻ നമ്മൾ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യ പോലെ രാജ്യത്ത് ശുഭ്മൻ ഗിൽ മാത്രമല്ല റിസോഴ്സ്, ഒരുപാട് റിസോഴ്സ് ഉണ്ട്. ഒരു ശുഭ്മൻ ഗിൽ പോയാൽ 3 ശുഭ്മൻ ഗിൽ വരാനുള്ള റിസോഴ്സ് ഇന്ത്യയുടെ പക്കലുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അതൊരു റീസണായിട്ട് പറയാനായിട്ട് പറ്റില്ല. സൗത്ത് ആഫ്രിക്ക ഔട്ട് പ്ലേഡ് വിത്ത് ദെയർ സ്ട്രാറ്റജി ഇന്ത്യയെ, അതാണ് സത്യം. അവരുടെ സ്ട്രാറ്റജീസും അവരുടെ പ്രോപ്പർ പ്ലാനിങ്ങും കൊണ്ട് ഇതൊന്നും ഇല്ലാതിരുന്ന വെറും അഹങ്കാരം മാത്രം കൊണ്ടുപോയ ഒരു ഇന്ത്യൻ ടീമിനെ അവർ ഈസി ആയിട്ട് തോൽപ്പിച്ചു എന്നുള്ളതാണ് സത്യം. തോൽക്കാൻ തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയാണ് ഒരു 90% എനിക്ക് തോന്നുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ മഹാത്ഭുതം സംഭവിക്കണം. നാളെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കാണിക്കണം. ഇനി ഞാൻ പറയുന്നത് കൊണ്ട് വേറെ തോന്നരുത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കണം ഒരു ലാസ്റ്റ് ഒരു ശതമാനമെങ്കിലും പ്രതീക്ഷ. പണ്ട് വിരാട് കോഹ്ലി പറഞ്ഞ പോലെ 1% പ്രതീക്ഷയിൽ, ആ പ്രതീക്ഷയിൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴാണ് ഒരു ലെജൻഡറി ആയിട്ടുള്ള റിസൾട്ട്സ് ഒക്കെ കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു ലെജൻഡറി റിസൾട്ട്സ് ഒന്നും അല്ലെങ്കിലും ഒരു ചെറിയൊരു മാറ്റം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഭിമാനിക്കാനുള്ള ഒരു ചെറിയൊരു കാര്യം ഫാൻസിനും ഇന്ത്യൻ ടീമിനും കൊടുക്കാനായിട്ട് ഇന്ത്യൻ ടീമിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം പിടിച്ചു നിൽക്കാനെങ്കിലും ഇന്ത്യൻ ടീമിന് സാധിക്കണം. ഫോർഗെറ്റ് അബൌട്ട് ദ സ്കോർ കാർഡ്, ബാക്കി എല്ലാം മറന്നിട്ട് ഒരു ദിവസം ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാൻ പറ്റുമോ, വിക്കറ്റ് കളയാതെ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ് ഒരു ചോദ്യം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നാളെ ഈ മാച്ച് കഴിഞ്ഞിട്ട് വീണ്ടും റിവ്യൂവിൽ കാണുന്നവരെ ബൈ.